കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങളുടെ പിതാവിന് ഒരാപത്തും സംഭവിക്കില്ല. ഈ അലയാഴിയുടെ എത്ര അഗാധമായ അടിത്തട്ടിൽ നിന്നാണെങ്കിലും നിങ്ങളുടെ പിതാവിനെ ഞാൻ രക്ഷിച്ചു കൊണ്ടുവരും. നിങ്ങൾ സമാധാനമായിരിക്കൂ. നിങ്ങൾക്കെന്താ ബുദ്ധി മരവിച്ചു പോയോ? അതോ ബദിരനാണോ? ഇത് രാജകൽപ്പനയാണ്. രാജകൽപ്പനയെ ലംഘിച്ച് സത്യപൂർണ്ണ മഹർഷിയെ രക്ഷിച്ച ശിരച്ഛേദമാവും ഫലം. ബദിരരും മൂകരും നിങ്ങളാണ്. അതാണ് നമ്മുടെ ഈ തലമുറയുടെ ശാപം. കണ്ടിട്ടും കേട്ടിട്ടും പ്രതികരിക്കാത്ത നിഷ്ക്രിയത്വം. സത്യപൂർണനെ നാം രക്ഷിക്കും. അതിന് മഹാരാജാവ് ശിരച്ഛേദമാണ് വിധിക്കുന്നതെങ്കിൽ അത് ഈ ഉള്ളവൻ സ്വീകരിക്കും. കുഞ്ഞുങ്ങളെ, കണ്ണീർ തുടയ്ക്ക്. നിങ്ങളുടെ പിതാവിനെ ഞാൻ കൊണ്ടുവരും. ഇനിയും ഇവിടെ നിന്ന് കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? എല്ലാം ഈശ്വര നിശ്ചയമാണെന്ന് കരുതാനല്ലേ പറ്റൂ. വരൂ, നമുക്ക് ആശ്രമത്തിലേക്ക് പോകാം. പിതാവിനെ രക്ഷിക്കാൻ പോയ ആൾ മടങ്ങി വരട്ടെ. നമ്മുടെ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ ആരോ ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ട് പോയതാ. അത് വിശ്വസിച്ച് ഇവിടെ നിന്നിട്ട് എന്ത് കാര്യം? ഈശ്വരനിൽ സ്വയം അർപ്പിച്ച് ജീവിക്കുന്നവരെ ഏത് ആപത്തിൽ നിന്നും ഭഗവാൻ രക്ഷിക്കും. അവരുടെ ഏത് ആവശ്യവും ഭഗവാൻ നിറവേറ്റും. എന്റെ മനസ്സ് പറയുന്നു അദ്ദേഹം പിതാവിനെ രക്ഷിച്ച് മടങ്ങി വരുമെന്ന്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. പക്ഷേ ആഗ്രഹിക്കുന്നത് സംഭവിക്കണമെന്ന് വാശി പിടിക്കാനാവില്ലല്ലോ. എന്തായാലും അദ്ദേഹം മടങ്ങി വരാതെ ഞങ്ങൾ ഇവിടെ നിന്ന് വരില്ല. സത്യപൂർണന് നാം നൽകിയ ശിക്ഷ കഠിനമാണെന്ന് നമുക്കറിയാം. പക്ഷേ അഹങ്കാരം ശമിപ്പിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നാൽ ഒരു ഭരണാധികാരിക്ക് അത് ചെയ്തല്ലേ മതിയാകൂ. ഇത് ഉപേന്ദ്ര പെരുമാളിന്റെ രാജ്യമാണ്. ഇവിടെ എന്റെ തീരുമാനങ്ങളും താല്പര്യങ്ങളുമാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. ഒരുപക്ഷെ കാലം നമ്മെ സ്വാർത്ഥനെന്ന് വിളിച്ചേക്കാം. പക്ഷെ എന്റെ സ്വാർത്ഥത
എന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അല്ലേ മന്ത്രി? അതേ മഹാരാജൻ, അങ്ങയുടേതൊരു സദ്ഭരണം തന്നെയാണ്. രാജാവ് പ്രജാഹിതം മാനിക്കണമെന്ന് പറയുമ്പോൾ പ്രജകൾ രാജാവിന്റെ ഹിതവും മാനിക്കണമല്ലോ. ഒരു ശ്രേഷ്ഠ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിരിക്കണം നമ്മുടെ രാജ്യം. അതിന്റെ കീർത്തി ലോകമെങ്ങും മാതൃകയാക്കണം. വരും തലമുറകൾക്ക് മനഃപ്പാഠമാക്കാൻ ഈ രാജ്യത്തിന്റെ ചരിത്രരേഖകളിൽ ഉപേന്ദ്ര പെരുമാളിന്റെ ഭരണകാലം സുവർണ മുദ്രകളാൽ ആലേഖനം ചെയ്യപ്പെടണം. പക്ഷേ ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഒരു സങ്കര സംസ്കാരമല്ലേ നിലനിന്നു പോകുന്നത്? അത് പെട്ടെന്ന് ഏക സംസ്കാരം അനനുകൂലമാക്കുക എന്ന് വെച്ചാൽ? അതിനാണ് ജനവാസ മേഖലകളിലെ സ്ഥിതിവിവര രേഖകൾ പരിശോധിക്കാൻ നാം ഉത്തരവിട്ടത്. വംശാവലിയുടെ ആധികാരികതകൾ രേഖപ്പെടുത്തിയ താളിയോലകൾ പരിശോധിച്ചാൽ മാത്രം മതിയാകും വൈഷ്ണവനെയും ശൈവനെയും തിരിച്ചറിയാൻ. അതിനുള്ള ഏർപ്പാടുകൾ ഉടനെ ചെയ്യണം. ഉത്തരവ് തിരുമനസ്സേ. തിരുമനസ്സേ, ഒരു പ്രധാനപ്പെട്ട കാര്യം അടിയൻ ഉണർത്തിക്കാനുണ്ടായിരുന്നു. പറയൂ. നാടുകടത്തപ്പെട്ട ശൈവരിൽ ചിലർ മലയോര മേഖലകളിലും വനാന്തർഭാഗത്തുമായി രഹസ്യമായി കുടിയേറിയിരിക്കുന്നതായി ചാരസന്ദേശം എത്തിയിരിക്കുന്നു. പൊയ്ക്കോളൂ. അടിയൻ. അപകടമാണ്. നമ്മുടെ രാജസിംഹാസനത്തിന് ഭീഷണിയാണ്. ശിഥിലമായവർ ഒത്തൊരുമിച്ചാൽ അതൊരു വൻ പടയായി മാറും. ആ ചിത്രശക്തികൾ നമ്മുടെ രാജ്യത്തിനകത്ത് പടയൊരുക്കം തുടങ്ങും. പാടില്ല. അതിനു മുൻപേ അവരുടെ ശക്തി ക്ഷയിപ്പിക്കണം. എങ്ങനെ? ഇത് നമ്മുടെ രാജ്യമാണ്. അതെന്നും നമ്മുടേത് മാത്രമായിരിക്കും. മറ്റൊരു സംസ്കാരം ഇവിടെ വളർന്നു വന്നാൽ പിന്നെ നാം അല്ലാതായി മാറും. നമ്മുടെ കുലം മുടിയും, വംശം നശിക്കും. അത് പാടില്ല. അതിനു മുമ്പേ ഇല്ലാതാക്കണം ഇവിടെ അവശേഷിക്കുന്ന ഓരോ ശൈവനെയും. അങ്ങയുടെ കൽപ്പന അതുമാത്രം മതി. ഉപേന്ദ്ര പെരുമാൾ തിരുമനസിന്റെ രാജ്യത്ത് ഇനി ഒരു ശൈവനും അവശേഷിക്കില്ല. ഓം കൃഷ്ണായ നമഃ. ഓം കേശവായ നമഃ. ഓം കേശിശത്രവേ നമഃ. ഓം സനാതനായ നമഃ. ഓം കംസാരായേ നമഃ. ഓം ധേനുകാരായേ നമഃ. ഓം ശിശുപാലരിപവേ നമഃ. ഓം പ്രഭുവേ നമഃ. സത്യപൂർണ്ണല്ലേ ദേ വരുന്നത്? ഇയാൾ അങ്ങനെ വീണ്ടും? എങ്ങോട്ടാ? ഉപേന്ദ്ര പെരുമാൾ മഹാരാജാവിനെ ഒന്ന് കാണുന്നു.
കണ്ണിൽ കാണുന്നവർക്കൊക്കെ കയറി ഇറങ്ങാനുള്ള ഇടമല്ല ഉപേന്ദ്ര പെരുമാളിന്റെ കൊട്ടാരം. ഓഹോ, ഈ രാജ്യത്തെ പ്രജകൾക്ക് മഹാരാജാവിനെ കാണാൻ പാടില്ലെന്നുണ്ടോ? കണ്ടേ മതിയാവൂ. സത്യപൂർണ, നിങ്ങൾ മരിച്ചില്ലേ? മരണം നിശ്ചയിക്കുന്നത് രാജാവല്ല, ഈശ്വരനാണ്. ഇതാരാ ഈ പുതിയ അവതാരം? കാലാകാലങ്ങളിൽ ധർമ്മം സംരക്ഷിക്കാൻ അവതാരങ്ങൾ വരാറില്ലേ? ഇതും അത്തരത്തിലുള്ളതാണെന്ന് കൂട്ടിക്കോളൂ. ഞങ്ങൾക്കിപ്പോ കാണേണ്ടത് രാജാവിനെയാണ്, മന്ത്രിയെ അല്ല. ഭടന്മാരോട് മാറി നിൽക്കാൻ പറയൂ. സത്യപൂർണ, ഇവനാര്? നിന്റെ രക്ഷകനോ? നീ ഒരിക്കലും രാജശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ല സത്യപൂർണ. നാം ഇപ്പൊ തന്നെ മഹാരാജാവിനെ കണ്ട് വിവരം ഉണർത്തിക്കുന്നുണ്ട്. നിനക്ക് വേണ്ട ശിക്ഷ ശിരച്ഛേദമാണ്. ഹേ മന്ത്രി, സത്യപൂർണ മഹർഷിയുടെ ശിരസ് ഛേദിക്കാനുള്ള കൽപ്പനയിടാൻ മഹാരാജൻ മാത്രം വിചാരിച്ചാൽ സാധ്യമല്ല. അതിന് മഹാരാജൻ ഉപാസിക്കുന്ന ആദിനാരായണൻ തന്നെ നിശ്ചയിക്കണം. നിന്നെപ്പോലുള്ള ഉപജാപകരാണ് ഏതൊരു ഭരണാധികാരിയുടെയും ശാപം. അത് ഇന്ന് തന്നെ അവസാനിപ്പിക്കും. സത്യപൂർണനൊപ്പം ഈ ധിക്കാരിയുടെയും ശിരച്ഛേദം ചെയ്യേണ്ടതാണ്. അതിനുള്ള കൽപ്പന ഉടനെ തിരുമനസിൽ നിന്ന് നാം നേടിയെടുത്തുകൊള്ളാം. തമ്പുരാനെ, എന്ത് പറ്റി തമ്പുരാനെ? വാതിൽ തുറന്നേ. തമ്പുരാനെ, തമ്പുരാനെ. തിരുമനസ്സേ, എന്താ സംഭവിച്ചത്? തിരുമനസ്സേ, തിരുമനസ്സേ, വാതിൽ തുറന്നേ. തിരുമനസ്സേ, 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 വാതിൽ തുറന്നേ. തിരുമനസ്സേ, 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 തമ്പുരാനെ. എന്താ സംഭവിച്ചത്? തിരുമനസ് അകത്ത് പൂജയിലായിരുന്നു. പെട്ടെന്ന് വാതിൽ തനിയെ അടഞ്ഞു. എന്താ സംഭവിച്ചെന്നറിയില്ല. എത്ര ശ്രമിച്ചിട്ടും വാതിൽ തുറക്കാനാകുന്നില്ല. ഒന്നുകൂടെ ശ്രമിക്കാം. മാറിയേക്ക്. തിരുമനസ്സേ, 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 വാതിൽ തുറക്കൂ. തിരുമനസ്സേ, 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 വാതിൽ തുറക്കൂ. ചെല്ലു. ചെന്ന് വാതിലടിച്ച് തുറക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. തിരുമനസ്സേ, 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 വാതിൽ തുറക്കൂ. തിരുമനസ്സേ, തിരുമനസ്സേ, തിരുമനസ്സേ,
അത് തുറക്ക്. തിരുമനസേ 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 തുറക്കുന്നില്ലല്ലോ. ആ ഇടിച്ചു തുറക്കൂ വേഗം. പെട്ടെന്ന്. ആ ഇടിക്കൂ. ഇടിക്ക്. വേഗമാവട്ടെ. തിരുമനസേ തിരുമനസേ മനഃശുദ്ധി, വിശ്വാസം, സമർപ്പണം, പ്രാർത്ഥന ഇവയാണ് ഈശ്വരാരാധനയുടെ വഴികൾ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പ്രദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ. പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമാകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസ